വാഴ ഉൽപ്പന്നങ്ങളുടെ രുചിമേളവുമായി മടിക്കൈ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ബനാന ഫെസ്റ്റ്. വാഴയിൽ നിന്നുള്ള വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഫെസ്റ്റിവലിൽ ഒരുക്കിയത്. കാസർഗോഡിന്റെ വാഴത്തോട്ടം എന്നറിയപ്പെടുന്ന മടിക്കൈയിലാണ് വാഴയിൽ നിന്നുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കി ബനാന ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മടിക്കൈ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ 263 കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും 880ഓളം കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തു. പഴം മിഠായി, പഴം കിളിക്കൂട, വാഴക്കൂമ്പ് കട്ട്ലറ്റ്, വാഴക്കാമ്പ് തോരൻ, വാഴപ്പഴം കേക്ക് തുടങ്ങി വൈവിധ്യമുള്ള 135 ഇനങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. വാഴപ്പഴത്തിന്റെ അനന്ത സാധ്യതകൾ പൊതുസമൂഹത്തിലെത്തിക്കുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, വനിതാ സംരംഭങ്ങളിലൂടെ മികച്ച ഭക്ഷ്യസംസ്കരണ മേഖല തുറന്ന് വരുമാനമുണ്ടാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രൗഢമായ കാർഷിക ഗ്രാമമാണ് മടിക്കൈ. മടിക്കൈയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് നേന്ത്രവാഴ കൃഷിയാണ്. അതുകൊണ്ടാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ, പുതിയ അധികാരമേറ്റ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇപ്രാവശ്യം ചക്ക ഫെസ്റ്റ് കഴിഞ്ഞ ഉടനെ ബനാന ഫെസ്റ്റ് സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നു. ഇപ്രാവശ്യം ഈ ബനാന ഫെസ്റ്റ് സംഘടിപ്പിച്ചപ്പോൾ വലിയ പ്രതികരണമാണ് നാട്ടിൽ നിന്നാകെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, 270ഓളം വരുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ അവർ ഇന്ന് വാഴപ്പഴത്തിലുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായി വിതരണം ചെയ്യുന്നത്. ഏറ്റവും അഭിമാനകരമായ സാഹചര്യമാണ്. സ്വാഭാവികമായും ഇതൊരു മാതൃകയാണ്. ഓരോ ഗ്രാമത്തിലും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി സ്ത്രീ ശാക്തീകരണത്തിന് കരുത്തുകൂട്ടാൻ പറ്റുന്ന നിലയിലേക്കുള്ള പുതിയ സംരംഭങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലത്തിൻ്റെ തുടക്കമായി ഞങ്ങളിതിനെ കാണുകയാണ്. എന്തുകൊണ്ടും ഈ ബനാന ഫെസ്റ്റ് ജില്ലയാകെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ സംഘടിപ്പിക്കാൻ മടിക്കൈ കുടുംബശ്രീ CDSന് കഴിഞ്ഞിട്ടുണ്ട്. മേക്കാട്ട് സ്കൂളിൽ നടന്ന ബനാന ഫെസ്റ്റ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു ഇബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബനാന ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.